കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഒരു വലിയൊരു അപകടം, 4 മക്കളുടെ ജീവനെടുത്തൊരു അപകടം നമ്മളെല്ലാവരും അറിഞ്ഞല്ലേ. വളരെയധികം വിഷമമുള്ള ഒരു സംഭവം. സ്കൂൾ വിട്ടിട്ട് വഴിയേറി കൂടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന പൊന്നോമന മക്കൾക്കാണ് അത് സംഭവിച്ചത്. ലോറിക്കടിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ മക്കളുടെ ഒരു ഉമ്മ കണ്ട്, ബാപ്പാണെങ്കിൽ അതുപോലെ എടുക്കാനും അവിടെ ഓടി വന്നപ്പോൾ സ്വന്തം മകളാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് എന്നുള്ള ഒരു അറിവ് ആ വാപ്പാക്കില്ല. രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന അതിൽപ്പെട്ട ആണ് വാപ്പ. പിന്നീടാണ് അറിയുന്നത് സ്വന്തം മകളും അതിലുണ്ടെന്നുള്ളത്. നമ്മളെല്ലാവരും, ഞാൻ കൂടുതലൊന്നും പറയാനില്ല, നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പം അല്ലേ. ഇർഫാന, മിത, റിത, ആയിഷ എന്ന് പറയുന്ന കുട്ടികൾ, 4 കുട്ടികൾ. അള്ളാഹു അതിൽ ഒരു ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടീൻ്റെ ഒപ്പന എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും എല്ലാ വർഷവും സ്കൂളിൽ ഒപ്പനയ്ക്ക് മണവാട്ടിയാകുന്നത് ആയിഷയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മണവാട്ടിയായിട്ട് പോയി. അള്ളാഹു ആ മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ ക്ഷമ കൊടുക്കട്ടെ, സഹിക്കാനുള്ളൊരു കരുത്ത് അള്ളാഹു കൊടുക്കട്ടെ. അതിലും കൂടുതൽ ഹൈറായിട്ടുള്ളത് അള്ളാഹു അവർക്ക് ദുനിയാവിൽ വെച്ചിട്ടുണ്ടായിരിക്കും. നാളെ ആഖിറത്തേക്കുള്ള മുതലും കൂടാണ് ആ മക്കൾ. പോയ മക്കൾക്ക് അള്ളാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവർ സ്വർഗത്തിന് അവകാശിയായി പോയി. എന്തായാലും വളരെയധികം വിഷമമുള്ള ഒരു ഇതാണ് നമ്മളത് കേട്ടത്. എന്താ പറയുക, മനസ്സന്നെ ആകെ പൊടിഞ്ഞു പോയി കേട്ടിട്ട്. ഒരുപാട് എപ്പോഴെപ്പോഴും നമ്മൾ കേൾക്കുന്ന അപകടങ്ങളൊക്കെ ഇങ്ങനെയാണ്. കാരണം പകുതി മുക്കാലും വണ്ടി ഓടിച്ചിട്ടല്ല ഉണ്ടാകുന്നത്. സൈഡിൽ കൂടെ പോകുന്നത് സുരക്ഷിതമല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ നമ്മളുടെ റോഡിൻ്റെ അവസ്ഥ കിടക്കുന്നത്. നമ്മൾ ഒഴിഞ്ഞു മാറി സാധാരണ ലെവലിലായിരിക്കും നമ്മൾ നടന്നുകൊണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇപ്പം നമ്മൾ ഹെൽമെറ്റ് വെക്കാനും ഇതൊക്കെ പറഞ്ഞിട്ട് ആ രീതി കൂടെ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതല്ലാത്ത രീതി കൂടെയാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ പൊന്നാനി ആ ഭാഗത്തിട്ടാണ് സ്കൂൾ കുട്ടികളുടെ കാർ ഓടിപ്പോയി. 3 ആൾക്കാർക്ക് എന്താ സീരിയസ് ആണെന്ന് തോന്നുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, ബ്രേക്ക് ഇല്ലാതെ കൺട്രോൾ കിട്ടാതെയും ഒക്കെ വണ്ടികൾ നേരെ പാഞ്ഞ് കയറുന്നത് ആൾക്കൂട്ടത്തിന് നടുവിൽക്കാണ്. അപ്പോൾ തന്നെ 3, 4, 5 ആൾക്കാർക്ക് അപ്പം പറ്റുകയാണ്. സംഭവങ്ങൾ മരിച്ചു പോകുന്നവരുണ്ട്, അപകടങ്ങൾ സംഭവിക്കുന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നവരും സുരക്ഷിതരല്ല, വാഹനത്തിൽ പോകുന്നവരും സുരക്ഷിതരല്ല. ഹെൽമെറ്റ് ഇടാൻ അവിടെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നടന്നു പോകുന്നവർക്ക് ഇപ്പോൾ ഹെൽമെറ്റ് ഇടാൻ പറ്റും. ഇട്ടിട്ടുണ്ടെങ്കിലും തലമക്കല്ലല്ലോ വരുന്നത്, വേറെ രീതിയിൽ കൂടെ അല്ലേ. അപ്പോൾ എല്ലാ ആൾക്കാരെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ മക്കൾക്കും ഞാൻ വലുതായിട്ട് വലിപ്പം പെരുപ്പിച്ചിട്ട് പറയല്ല, എൻ്റെ പേരക്കുട്ടികൾക്ക് എൻ്റെ മക്കൾ ചൊല്ലിക്കൊടുത്തിട്ടാണ് അവർ പുറത്തേക്ക് ഇറക്കി കൊടുക്കൽ. അപ്പോൾ ചെറുതിന് വരെ അറിയാം. കുറച്ചെങ്കിലും നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും ആ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അത് എല്ലാ മക്കൾക്കും നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അവർ അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് ചൊല്ലി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഒരു മലക്ക് അവർക്ക് കാവലായിട്ടുണ്ടാവും അപകടങ്ങളിൽ നിന്ന്. മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കാർക്കും തടയാൻ പറ്റില്ല. എങ്കിലും ആ അപകട മരണങ്ങൾ തൊട്ടിട്ടും അതുപോലുള്ള പ്രയാസങ്ങൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പോയിട്ട് തിരിച്ചു വരുന്നത്. ഇന്ന് നല്ല പണ്ടായാലും നമ്മളെ മക്കൾ പുറത്തിറങ്ങിയാൽ വീട്ടിൽ നിന്ന് വരുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. കുറച്ച് നേരം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ ഫോണെങ്കിലും ഉണ്ട്, അല്ല ടീച്ചർമാർക്കെ വിളിച്ച് ചോദിക്കാന്ന് പറയാം. ആ കാലത്തൊക്കെ അതൊന്നും ഇല്ലല്ലോ. അവർ വരുന്നവരെ നമ്മൾ വഴിക്കണ്ണ് നോക്കിയിട്ട് അവിടെ ചോദിച്ചു ഇവിടെ ചോദിച്ചിട്ട് നടന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് തീരെയും സുരക്ഷിതരല്ല. അന്നെന്ന് പറയുമ്പോൾ നമ്മൾ അയൽവാസികളായാലും മറ്റുള്ളവരായാലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം, അല്ലെങ്കിൽ ആരെങ്കിലും അവരായിട്ട് എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കണ്ടാൽ അതിൽ ഇടപെടാൻ ആൾക്കാരൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ഇടപെടാനും പേടിയാണ് ആൾക്കാർക്ക്. എന്താ ജാതി സൈസിലുള്ള സംസാരങ്ങളാണ് തിരിച്ചുകൊണ്ട് കിട്ടുക. നമ്മളിപ്പോൾ ഒരാളെ കണ്ടിട്ട് എന്താ മോളേജ് ഇവിടെ നിന്ന് തിരിഞ്ഞ് വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആ കാലത്ത് നമ്മൾ അനുസരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്താടാ എനിക്കെന്താ വേറെ പണി ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനൊന്നും നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല,
എല്ലാവരും കുഞ്ഞു മക്കൾക്ക് ദുആ പഠിപ്പിച്ചു കൊടുക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാലും വിധിനെ നമുക്ക് തടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയണം, എൻ്റെ ഒരു ഇതിൽ കൂടെ ഞാൻ പറയുന്നുണ്ട്. ഈ ചെറിയൊരു ദുആ ആയതുകൊണ്ട് എല്ലാവർക്കും അത് ചെല്ലാനും എളുപ്പമായിരിക്കും. എന്തായാലും അള്ളാഹു അവരുടെയൊക്കെ ആഖിറം വിളിച്ചാക്കി കൊടുക്കട്ടെ. എല്ലാ മക്കളെയും നമ്മളെയും എല്ലാവരെയും അപകടങ്ങളെ തൊട്ടിട്ടും മരണങ്ങളെ തൊട്ടിട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. വേറെ വീഡിയോസുമായി വരാൻ ഞാനത് വരയ്ക്കും. അസ്സലാമു അലൈക്കും.